ഗലാത്യലേഖനം 4:21 മുതൽ 31 വരെയുള്ള വചനഭാഗങ്ങളിൽ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു യഹൂദ റബിയുടെ രീതിയിൽ പൗലോസ് അപ്പോസ്തലൻ രണ്ട് സ്ത്രീകളെ കൂടി രണ്ട് സാദൃശ്യങ്ങളെ വെളിവാക്കിയാണിവിടെ. ആ രണ്ട് സ്ത്രീകൾ ഹാഗാറും സാറയുമാണ്. സാറായി അബ്രാമിൻ്റെ ഭാര്യയും ഹാഗാർ സാറായിയുടെ മിസ്രൈമ്യ ദാസിയുമായിരുന്നു. ഉൽപ്പത്തി 16. ഹാഗാർ അബ്രാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാഹാമിന് 86 വയസ്സായിരുന്നു. എന്നാൽ 99 വയസ്സായപ്പോൾ ദൈവം അബ്രാമിനെ ബഹുജാതികൾക്ക് പിതാവായ അബ്രഹാം എന്നാക്കി മാറ്റി. സാറായിയെ സാറ എന്ന് പേർ വിളിച്ചു. ഉൽപ്പത്തി 17. അബ്രാമിന് സാറായിയുടെ ദാസിയായ ഹാഗാറിൽ കൂടി ജഡപ്രകാരമുണ്ടായ സന്താനമാണ് ഇസ്മായേൽ എന്ന് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം വെളിപ്പെടുത്തുമ്പോൾ ദൈവം സാറായിയെക്കുറിച്ച് ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി 17:16. ഉൽപ്പത്തി 18:14 യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്കൊരു മകനുണ്ടാകുമെന്നും യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഉൽപ്പത്തി 21:1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. ഉൽപ്പത്തി 17:21 എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിക്കുവാനുള്ള ഇസഹാക്കിനോടാകുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ മകനായ ഇസഹാക്ക് അങ്ങനെ വാഗ്ദത്തത്തിൻ്റെയും കൃപയുടെയും സന്താനമായി. റോമർ 4:19, എബ്രായർ 11:11. അങ്ങനെ ഈ രണ്ട് സ്ത്രീകളിൽ നിന്നും രണ്ട് പ്രമാണങ്ങളും രണ്ട് നിയമങ്ങളും ഉത്ഭവിക്കുന്നു. ഒന്ന് ന്യായപ്രമാണം, രണ്ടാമത്തേത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മേൽ മുൻകൂട്ടി നിഴൽ വീശിയിരുന്ന യേശുക്രിസ്തുവിലുള്ള കൃപയാണ്. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലാണല്ലോ. ഇസ്മായേൽ ഈ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും പ്രതീകമായി എങ്കിൽ ഇസഹാക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. വിശ്വാസിയെ ഇനിയും അടിമത്തത്തിലേക്കല്ല സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.